കാർത്തിക് സുബ്ബരാജ് നടൻ സൂര്യയുടെ രക്ഷകനാകുമോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സൂര്യ ആരാധകർക്കിടയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണിത്. അത്തരമൊരു ചോദ്യം ഉയരാൻ കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, അടുത്തിടെ പുറത്തിറങ്ങിയ സൂര്യയുടെ കങ്കുവ എന്ന സിനിമ തന്നെയാണ്. വൻ പരാജയമാണ് ആ സിനിമ ഏറ്റുവാങ്ങിയത്. 280 കോടി ബജറ്റിൽ 2.5 വർഷത്തോളം എടുത്താണ് കങ്കുവ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. എന്നാൽ വലിയ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ചതുപോലുള്ള വിജയം സ്വന്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ 130 കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത്. ഇതോടെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ട സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സൂര്യ നായകനായ കങ്കുവ എന്ന സിനിമ. സൂര്യയുടെ ആരാധകർക്കിടയിലും വൻ നിരാശയാണ് ഈ ചിത്രം സമ്മാനിച്ചത്. ചിത്രത്തിന്റെ പരാജയം സൂര്യയ്ക്കും വലിയ ആഘാതം നൽകി. താരത്തിൻ്റെതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്നത് കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സൂര്യ 44 എന്ന സിനിമയാണ്. കാർത്തിക് സുബ്ബരാജ് സൂര്യയുടെ രക്ഷകനാകുമോ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന ചോദ്യം. പിസ, ജിഗർദണ്ഡ, പേട്ട തുടങ്ങിയ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകനാണ് കാർത്തിക് സുബ്ബരാജ്. ജിഗർദണ്ഡ ആദ്യ ഭാഗവും 2-ാം ഭാഗവും വൻ ഹിറ്റായിരുന്നു. രജനീകാന്തിനെ നായകനാക്കി ഇറങ്ങിയ പേട്ട എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റടിച്ചിരുന്നു. ജിഗർദണ്ഡ XX എന്ന ചിത്രമാണ് കാർത്തിക്കിൻ്റെതായി അവസാനം തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രം. അതിനിടെ അദ്ദേഹം OTT പ്ലാറ്റ്ഫോമുകൾക്ക് സീരീസുകൾ ചെയ്തു. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. അതിലൂടെ നിരൂപക പ്രശംസ നേടാനും കാർത്തികിനായിട്ടുണ്ട്. ഈ ഹിറ്റുകൾക്ക് ശേഷമാണ് സൂര്യയുടെ 44-ാമത്തെ ചിത്രം അദ്ദേഹം ഒരുക്കുന്നത്. ഇതുവരെ തുടർന്നു വന്ന വിജയം ഈ ചിത്രത്തിനും ഉണ്ടാകുമെന്ന പ്രതീക്ഷ സൂര്യ ആരാധകർക്കുമുണ്ട്. എന്നാൽ വലിയ ഹൈപ്പിലെത്തിയ കങ്കുവയ്ക്ക് ഏറ്റ കനത്ത തിരിച്ചടി അവർക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂര്യ 44 എന്ന സിനിമ എങ്ങനെയാകുമെന്നതിൽ അവർക്കിടയിലും ആശങ്കയുണ്ട്. സൂര്യ 44 ഒരു ഗാങ്സ്റ്റർ ചിത്രമല്ലെന്നും നിറയെ ആക്ഷനുള്ള ഒരു ലവ് സ്റ്റോറിയാണെന്നും സംവിധായകൻ കാർത്തിക് സുബ്ബരാജ് ഒരു അഭിമുഖത്തിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിലെ നായികയും സിനിമ ലവ് സ്റ്റോറി ആയിരിക്കുമെന്ന് പറഞ്ഞ് അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തന്റെ ഫോളോവേഴ്സിന്റെ ചില ചോദ്യങ്ങൾക്ക് നടി മറുപടി നൽകിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി. സൂര്യ 44-ൽ നിന്നും എന്ത് പ്രതീക്ഷിക്കണം എന്നായിരുന്നു ഒരാളുടെ ചോദ്യം. ഇതിന് മറുപടിയായി കാർത്തിക് സുബ്ബരാജ് ഒരു ലവ് സ്റ്റോറി എടുത്താൽ എങ്ങനെയിരിക്കും, അതാണ് സൂര്യ 44 എന്ന് നായികയായ പൂജ ഹെഗ്ഡെ പറഞ്ഞിരുന്നു. കൂടുതലൊന്നും പറയാനാകില്ലെന്നും അവർ ആ വീഡിയോയ്ക്കൊപ്പം കുറിച്ചിരുന്നു. സൂര്യയുടെ ലുക്ക് വ്യക്തമാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയകൾ വഴി നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. 80 കാലഘട്ടത്തിലായിരിക്കും കഥ നടക്കുന്നതെന്നാണ് ആ വീഡിയോയിലൂടെ സൂചന ലഭിക്കുന്നത്. നീട്ടി വളർത്തിയ മുടിയും പ്രത്യേക രീതിയിലുള്ള മീശയുമാണ് സൂര്യയുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത. മലയാളത്തിൽ നിന്ന് ജയറാമും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പൂജ ഹെഗ്ഡെ നായികയാകുന്ന ചിത്രത്തിൽ കരുണാകരനും ഒരു ശ്രദ്ധേയമായ കഥാപാത്രവുമായി എത്തുന്നുണ്ട്. പ്രണയം, ചിരി, യുദ്ധം എന്നതാണ് സിനിമയുടെ ടാഗ് ലൈൻ. ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതേപ്പറ്റി നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. എന്തായാലും കങ്കുവയിലൂടെ ഉണ്ടായ കനത്ത തിരിച്ചടിക്ക് സൂര്യ 44-ലൂടെ മറികടക്കാനാകുമെന്നാണ് ആരാധകരും പറയുന്നത്.